കേരള രാഷ്ട്രീയത്തെയും അതുപോലെ ഭരണ കോർപ്പറേറ്റ് മേഖലകളെയും ഒരേപോലെ ഞെട്ടിച്ചും പിടിച്ചുലച്ചും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അപ്രതീക്ഷിതമായ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുവനന്തപുരത്തുള്ള വസതിയിലെയും അതുപോലെ തിരുവനന്തപുരത്തെയും അതുപോലെ മറ്റ് പല വസതികളിലുമാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും കൂടാതെ ED ഉദ്യോഗസ്ഥർ നിലവിൽ പരിശോധന നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ സമയത്തും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവിടെ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയൻ നിലവിൽ താമസിക്കുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലാണ് ഈ പരിശോധന നടക്കുന്നത്. ഇവിടെയാണ് അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയനും താമസിക്കുന്നത്. തിരുവനന്തപുരത്തെ വീടിന് പുറമെ കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡ് ഓഫീസിലും മറ്റ് 10 ഇടങ്ങളിലുമാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് ഈ ശക്തമായ നടപടി തന്നെ ഉണ്ടാകുന്നത്. മുഖ്യമന്ത്രി കസേര ഒഴിഞ്ഞതിന് പിന്നാലെയാണ് പിണറായി വിജയനെ ലക്ഷ്യമിട്ട കേന്ദ്ര ഏജൻസികൾ എത്തിയിരിക്കുന്നത്. വളരെ നാളായി രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്ന വീണ വിജയന്റെ എക്സാലോജിക് മാസപ്പടി കേസിനെ ചൊല്ലിയുള്ള ഈ മിന്നൽ പരിശോധന നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കേസിൽ CMR നൽകിയ ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയതോടെയാണ് EDക്ക് മുന്നിൽ കവാടങ്ങൾ തുറക്കപ്പെട്ടത്. കോടതി വിധി വന്ന് മണിക്കൂറുകൾക്കകം തന്നെ ED തങ്ങളുടെ അടുത്ത നീക്കത്തിലേക്ക് കടക്കുക കൂടിയാണ് ചെയ്തിരിക്കുന്നത്. CMRL കമ്പനിയിൽ നിന്നും യാതൊരുവിധ സേവനവും നൽകാതെ മാസപ്പടിയായി ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റി എന്നുള്ള ആരോപണത്തിലാണ് വീണ വിജയനും എക്സാലോജിക്കിനുമെതിരെ അന്വേഷണം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവുകളും സാമ്പത്തിക ഇടപാടുകളുള്ള രേഖകളും പിടിച്ചെടുക്കാനാണ് ED സംഘം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ED അന്വേഷണം റദ്ദാക്കണമെന്ന CMRLന്റെയും അതിന്റെ ഉദ്യോഗസ്ഥരുടെയും ആവശ്യം ഹൈക്കോടതി പൂർണ്ണമായും തള്ളുന്ന സാഹചര്യമുണ്ടായി. ED അന്വേഷണത്തിൽ നിലവിലുണ്ടായിരുന്ന സ്റ്റേ ഇതോടെ നീങ്ങിയ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ CMRL ഉദ്യോഗസ്ഥർക്കും അതുപോലെ വീണ വിജയനും കേന്ദ്ര ഏജൻസിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകേണ്ടി വരുമെന്ന ഉറപ്പുകൂടി ഉണ്ടായിരുന്നു. രാഷ്ട്രീയ വ്യവസായ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കള്ളപ്പണ ജാതകം തേടിയുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾ പുതിയ ഊർജ്ജം നൽകുന്നതാണ് ഹൈക്കോടതിയുടെ ഈ നിർണായക വിധിയെന്നാണ് BJP അനുകൂലികൾ പറയുന്നത്. എന്നാൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയനെയും കുടുംബത്തെയും വേട്ടയാടാനുള്ള ആസൂത്രണ നീക്കമാണ്. കോൺഗ്രസിന്റെയും BJPയുടെയും ആസൂത്രണ നീക്കമാണ് നടക്കുന്നതെന്നാണ് CPM ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. കൈക്കൂലി, നികുതി വെട്ടിപ്പ്, അതുപോലെ തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് CMRL കമ്പനിക്കെതിരെയുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് ED അന്വേഷിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷന് കരിമണൽ കമ്പനികൾ വൻ തുകകൾ നിയമവിരുദ്ധമായി നൽകിയെന്നാണ് പ്രധാനമായി കണ്ടെത്തലുള്ളത്. യാതൊരുവിധ സേവനവും നൽകാതെ മാസപ്പടിയായി കോടികൾ കൈപ്പറ്റുന്ന ആദായ നികുതി തർക്കപരിഹാര ബോർഡിന്റെ മുൻ കണ്ടെത്തലുകളാണ് ED അന്വേഷണത്തിന്റെ പ്രധാന അടിത്തറ എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഡൽഹി ഹൈക്കോടതിയിലും കേസുകളുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷണമാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. ഈ കേസിൽ സ്റ്റേ ഉണ്ട് എന്നത് വീണ വിജയന് വലിയ ആശ്വാസമാണ് നൽകിയിരുന്നത്. നേരത്തെ ഈ സാമ്പത്തിക ഇടപാടുകളിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിക്കപ്പെട്ട നിരവധി ഹർജികളിൽ വിജിലൻസ് കോടതികളും പിന്നീട് ഹൈക്കോടതിയും സാങ്കേതിക കാരണങ്ങളാൽ തള്ളുകയും ചെയ്തിരുന്നു. എന്നാൽ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുന്നതിനേക്കാൾ ഈ കോടികളുടെ കൈമാറ്റത്തിന് പിന്നിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ ലംഘനമുണ്ടെന്ന വിലയിരുത്തലാണ് ED കേസുമായി മുന്നോട്ട് പോകുന്നത്. EDക്ക് പുറമെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന് അതിന് കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലും ഈ കേസിൽ സമാന്തരമായി ശക്തമായ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. അന്വേഷണം തങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ഘട്ടത്തിലാണ് CMRL കമ്പനിയും അതിന്റെ 4 മുൻനിര ഉദ്യോഗസ്ഥരും ED നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ED സമൻസുകൾ അയക്കുന്നത് തടയാനും കേസ് നടപടികൾ മരവിപ്പിക്കാനുമായിരുന്നു കമ്പനിയുടെ നീക്കം. എന്നാൽ പ്രഥമ ദൃഷ്ട്യാ കേസിൽ കള്ളപ്പണ ഇടപാടുകളുടെ ലക്ഷണമുണ്ടെന്നും അന്വേഷണ ഏജൻസിയുടെ സ്വാഭാവിക നടപടികളിൽ ഇടപെടാനാകില്ല എന്ന് വ്യക്തമാക്കിയാണ് കോടതി ഹർജികളെല്ലാം തള്ളുകയും ചെയ്തത്. ഈ കോടതി ഉത്തരവോടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ കമ്പനി ഉയർത്തിയ നിയമപരമായ പ്രതിരോധങ്ങളെല്ലാം തകർന്നടിയുന്ന സാഹചര്യമുണ്ടായി. മുമ്പ് രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറഞ്ഞ് പ്രതിരോധിച്ച കേസിൽ കൃത്യമായി അന്വേഷണം വേണമെന്ന കോടതി നിലപാട് ഇടതുപക്ഷത്തെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുമുണ്ട്. ഭരണമാറ്റത്തിന് ശേഷമുള്ള പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ മകൾക്കെതിരെയുള്ള ED നീക്കങ്ങൾ നിയമപരമായ സാധുത ലഭിക്കുന്നത് ഇടത് സൈബർ കേന്ദ്രങ്ങളുടെ മുൻവാദങ്ങളെ പൊളിക്കുന്നത് കൂടിയാണ്. CMRL ഉദ്യോഗസ്ഥരിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കുന്നതോടെ കരിമണൽ കമ്പനിയിൽ നിന്ന് എക്സാലോജിക്കിലേക്ക് പണം പോയതിൻ്റെ ഡിജിറ്റൽ തെളിവുകളും കരാറുകളുടെ വ്യാജ സ്വഭാവവും EDക്ക് കോടതിയിൽ സമർപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയുള്ള പണമിടപാടുകളുടെ സ്രോതസ് വ്യക്തമാക്കാൻ കമ്പനി അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകളെല്ലാം. വീണ വിജയന് പുറമെ CMRLൽ നിന്നും പണം കൈപ്പറ്റിയ മറ്റ് രാഷ്ട്രീയ നേതാക്കളിലേക്കും വരും ദിവസങ്ങളിൽ ED അന്വേഷണം വ്യാപിക്കാനും സാധ്യതകളുണ്ട്. അഴിമതി തുടച്ചു നീക്കുമെന്ന് പ്രസംഗിക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ഇരട്ടത്താപ്പാണ് ഈ മാസപ്പടി വിവാദങ്ങളുടെ പുറത്തു വരുന്നതെന്നാണ് പൊതുസമൂഹത്തിൽ നിന്നും BJPയുടെ വിലയിരുത്തലുണ്ടാകുന്നത്. ഒരു IT കമ്പനിയുടെ മറവിൽ നടന്നത് കൃത്യമായ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുള്ള സാമ്പത്തിക ഇടപാടുകളാണെന്ന് സ്ഥാപിക്കാനാണ് EDയും അതുപോലെ SFIയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. വിദേശ നാണ്യവിനിമയ ചട്ടങ്ങളുടെ ലംഘനവും ഇതിൽ
നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുമുണ്ട്. CMR നിന്നും പണം കൈപ്പറ്റിയിട്ടുള്ള പട്ടികയിൽ PV എന്ന ചുരുക്കപ്പേര് തൻ്റേതായിരിക്കില്ല എന്നായിരുന്നു മുഖ്യമന്ത്രി ആയിരിക്കവേ തന്നെ വാർത്താ സമ്മേളനത്തിൽ പിണറായി വിജയൻ ആ ആരോപണത്തെ പ്രതിരോധിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നാട്ടിൽ എത്രയോ PVമാരുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ എല്ലാം വാക്കുകൾ ഇത്തരത്തിലായിരുന്നു. തനിക്കും മകൾക്കും എതിരെ ഉയർന്ന മാസപ്പടി ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയും ഇത് സംബന്ധിച്ചുള്ള എല്ലാ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ടും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപിക്കുകയും അദ്ദേഹം അന്നേ ചെയ്തിരുന്നു. അത് BJP സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർ എഴുതി ചേർത്താണെന്നാണ് പിണറായി വിജയൻ ആരോപിച്ചത്. CMR നിന്നും തിരഞ്ഞെടുപ്പ് ഫണ്ട് വാങ്ങിയെന്ന ഞാനോ അവരോ പറഞ്ഞിട്ടില്ല എന്നുമായിരുന്നു പിണറായി വിജയൻ്റെ പ്രതികരണം. എന്നാൽ ഇപ്പോൾ ഈ കേസിൻ്റെ തന്നെ പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡിനെത്തിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും പടിയിറങ്ങുകയും കേസിൽ ഹൈക്കോടതി തുടരന്വേഷണത്തിന് അനുമതി നൽകുകയും ചെയ്തതോടെ ED പിണറായി വിജയൻ്റെ വീട്ടിലെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മകൾ വീണ വിജയൻ തുടങ്ങിയ അന്വേഷണം, അല്ലെങ്കിൽ വീണ വിജയനിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം മുൻ മുഖ്യമന്ത്രിയിലേക്ക് നീളുമെന്ന കാര്യം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇന്ന് രാവിലെ 6 മണിക്ക് തുടങ്ങിയ റെയ്ഡ് ഇപ്പോഴിതാ 1 മണി കഴിയുന്ന സമയത്തും റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവുമായി പിണറായി വിജയൻ്റെയും മരുമകൻ മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിൻ്റെ വീടുകളിലാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒരേ സമയം റെയ്ഡ് നടത്തുന്നത്. എക്സാലോജിക് CMR ഇടപാടുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡിൽ വീണയെ ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. പിണറായി വിജയനെയും ചോദ്യം ചെയ്യുന്ന സാധ്യതകളുണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. പിണറായി വിജയനും മകളുമെല്ലാം ഒരുമിച്ചാണ് ആ വീട്ടിലുള്ളത്. അവിടെയാണ് ഇപ്പോഴിതാ ചോദ്യം ചെയ്യൽ നടന്നുകൊണ്ടിരിക്കുന്നത്. റിയാസിൻ്റെ കോഴിക്കോട് കോട്ടുള്ളിലെ വസതിയിലാണ് റെയ്ഡ് നടക്കുന്നത്. എക്സാലോജിക് CMR ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ EDയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്ന് പലതവണ ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് റെയ്ഡ് നടക്കുന്നത്. മാത്രമല്ല 12 ഇടങ്ങളിലാണ് ഒരേ സമയം പരിശോധന നടന്നുകൊണ്ടേയിരിക്കുന്നത്. കൈക്കൂലി, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവ സംബന്ധിച്ച് CMRനെതിരായ ആരോപണങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചുകൊണ്ടേയിരിക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥയിലുള്ള IT കമ്പനിയായ എക്സാലോജിക് എന്ന സ്ഥാപനവും അതുപോലെ അവിടെ CMRന് വൻ തുക നിയമവിരുദ്ധമായി നൽകിയെന്നാണ് ആരോപണം ഉണ്ടാകുന്നത്. ഇതെല്ലാം വലിയ തരത്തിൽ ഇപ്പോഴിതാ ചർച്ചകളാകുന്നുണ്ട്. വലിയ തരത്തിൽ ഇപ്പോൾ റെയ്ഡിന് മുന്നോടിയായി ഇതെല്ലാം വീണ്ടും വാർത്തകൾ നിറയുന്നുണ്ട്. പിണറായി വിജയൻ്റെ മകൾ വീണ തൈക്കണ്ടിയിലേക്കാണ് അതായത് വീണ തൈക്കണ്ടിയുടെ കമ്പനിക്ക് മാസപ്പടി നൽകിയെന്ന കേസിലാണ് EDയുടെ അന്വേഷണം നടക്കുന്നത്. CMRൽ നിന്നും എക്സാലോജിക് സൊല്യൂഷൻ സേവനം നൽകാതെ 1,72,00,000 രൂപ കൈപ്പറ്റിയെന്ന ആക്ഷേപമാണ് ED അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ഇടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുമെന്നും ED വാദിക്കുന്നുണ്ട്. CMRൽ നിന്നും എക്സാലോജിക് സൊല്യൂഷൻ 1.72 കോടി രൂപ കൈപ്പറ്റിയതായി കണ്ടെത്തിയിട്ടുമുണ്ട്. ഇതിനെ തുടർന്നാണ് അന്വേഷണം നടക്കുന്നത്. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിലാണ് CMRൽ വീണയുടെ കമ്പനിക്ക് പണം നൽകിയതെന്നും ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ കണ്ടെത്തലുമുണ്ടായിരുന്നു. CMRലിൻ്റെ വീണ വിജയൻ്റെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക്കും 2 കമ്പനി എന്ന നിലയിൽ നിയമപരമായി സേവന ലഭ്യതയ്ക്കുള്ള കരാറിൽ ഏർപ്പെട്ടതായാണ് പറയുന്നത്. കരാറിലെ വ്യവസ്ഥകൾ അനുസരിച്ചാണ് CMRൽ എക്സാലോജിക്കിന് പണം നൽകിയതെന്നായിരുന്നു CPM ന്യായീകരണമായി പറഞ്ഞുകൊണ്ടിരുന്നത്. കരാർ അടിസ്ഥാനത്തിലുള്ള പണമിടപാടുകളെല്ലാം നടന്നത് ബാങ്ക് മുഖേനയാണ്. ഇതിൽ തട്ടിപ്പുകളില്ല. CMRൽ എന്ന കമ്പനി ആദായ നികുതിയുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനാണ് ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിന് മുമ്പിലാകെ പോയതെന്നും പറയുന്നു. ഈ വിഷയത്തിൽ വീണയുടെ കമ്പനി കക്ഷിയേ അല്ല, അവരുടെ ഭാഗം കേട്ടിട്ടുമില്ല. സേവന കരാറിൻ്റെ മറവിൽ നടന്നത് കള്ളപ്പണം വെളുപ്പിക്കലാണ്. ഇതിൽ അഴിമതിയുണ്ട്. ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന നിലപാടിൽ അന്വേഷണ ഏജൻസികൾ എത്തുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെയാണ് ഇപ്പോഴിതാ ഈ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് ഓഡിറ്റർ സാക്ഷ്യപ്പെടുത്തിയ രേഖയോ പൊതുയോഗം അംഗീകരിച്ച കണക്കോ ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. സാമ്പത്തിക നേട്ടത്തിന് കമ്പനിയുടെ പേരിൽ വ്യാജരേഖ ഉണ്ടാക്കുന്നത് ഗുരുതരമായ കുറ്റം കൂടിയാണ്. പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയും ഹാജരാക്കാൻ എക്സാലോജിക്കിന് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. CMRൽ എക്സാലോജിക്ക് നൽകിയ പണത്തിന് GST അടച്ചതിൻ്റെ വിവരങ്ങൾ മാത്രമാണ് എക്സാലോജിക്ക് കൈമാറിയിട്ടുള്ളത് എന്നിങ്ങനെയായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കണ്ടെത്തലുള്ളത്. 1.72 കോടി രൂപ സോഫ്റ്റ്വെയർ സേവന കരാറിൻ്റെ പേരിൽ എക്സാലോജിക്കിന് നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. CMRൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് 135 കോടി രൂപ നൽകിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുമുണ്ട്. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെതിരെ മാസപ്പടി കേസിൽ നിയമപോരാട്ടം നടത്തിയത് BJP നേതാവായ ഷോൺ ജോർജാണ്. ഇപ്പോൾ പിണറായി വിജയൻ്റെ വസതിയിൽ ED-നെത്തുമ്പോൾ അതിൽ പ്രതികരിച്ചുകൊണ്ട് ഷോൺ ജോർജ് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. നിയമപോരാട്ടത്തെ അധികാരം ഉപയോഗിച്ചും പണം ഉപയോഗിച്ചും തടസ്സപ്പെടുത്താനാണ് പിണറായി വിജയൻ ശ്രമിച്ചതെന്നാണ് ED പരിശോധനയ്ക്കിടെ ഷോൺ ജോർജും പ്രതികരിച്ചത്. മറ്റൊന്ന്, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മുതൽ ഓരോ ജില്ലകളിലും അതിക്രൂരമായ അതിവൈകാരികമായ പ്രതിഷേധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാസപ്പടി കേസിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ ED റെയ്ഡ് ചെയ്തതിൽ പ്രതിഷേധമായി CPM ശക്തമായി തന്നെ രംഗത്തുണ്ടാകുന്നുണ്ട്. ED നടപടിയെ രാഷ്ട്രീയപരമായും അതുപോലെ നിയമപരമായി നേരിടാനാണ് CPM ഒരുങ്ങുന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയൻ്റെ വീട്ടിലെ റെയ്ഡിൽ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും അപലപിച്ച് രംഗത്തും വന്നിട്ടുണ്ട്. ED റെയ്ഡ് ഇതിൽ തുടരുന്നതിടെ രാഷ്ട്രീയ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മുൻ മന്ത്രി മുഹമ്മദ് റിയാസ് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. വളഞ്ഞിട്ടടിച്ചോളൂ എന്നും സംഘപരിവാറിനുള്ളിൽ എന്നാലും സംഘപരിവാർ
സംഘപരിവാറിന് മുന്നിൽ കുമ്പിടില്ല എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുന്ന സാഹചര്യമുണ്ടായി. അവസാന ശ്വാസം വരെയും പോരാടുമെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കുകയും ചെയ്തു. അതേസമയം തന്നെ കണ്ണൂർ പിണറായി പണ്ഡ്യാലമുക്കിലെ വസതിയിൽ CPM പ്രവർത്തകർ വലിയ തരത്തിൽ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ തരത്തിൽ പ്രതിഷേധമാണ് കൊടുമ്പിരി കൊള്ളുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ഇഡിക്കെതിരെ മുദ്രാവാക്യം വിളിയുമായി പ്രവർത്തകർ പണ്ഡ്യാലമുക്കിലെ വീട്ടിൽ തടിച്ചു കൂടുന്ന സാഹചര്യമുണ്ട്. CPMന്റെ ആസൂത്രമായി തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചന നടത്തുകയാണെന്നാണ് CPM നേതാക്കൾ പ്രതികരിക്കുന്നത്. അതിനൊപ്പം തന്നെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ പിണറായി വിജയന്റെ വാടക വീട്ടിലേക്ക് CPM പ്രവർത്തകരും അണികളുമെല്ലാം EDയുടെ റെയ്ഡിനിടയ്ക്ക് തള്ളിക്കയറുന്ന സാഹചര്യമുണ്ടായി, തള്ളിക്കയറാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായി. ഒടുവിൽ നേതാക്കളെല്ലാം പണിപ്പെട്ടാണ് അവരെ ഒരുവിധം അടക്കി നിർത്തുന്ന സാഹചര്യമുണ്ടായത്. മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോട്ടുള്ളിലെ വീട്ടിലും റെയ്ഡ് നടക്കുന്നുണ്ട്. പിണറായി വിജയന്റെ മകൾ വീണയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിലാണ് ഈ റെയ്ഡ് നടക്കുന്നത്. അങ്ങനെ പലയിടങ്ങളിലും റെയ്ഡ് നടക്കുമ്പോൾ CPM അതിശക്തമായി പ്രതിരോധിക്കുന്നുണ്ട്. വലിയ തരത്തിൽ CPM അവിടെ പ്രതിരോധം കടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിണറായി വിജയന്റെ വീട്ടിലേക്ക് നടക്കുന്ന റെയ്ഡിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് നേതാക്കളും അണികളും എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ശിവൻകുട്ടി മുതൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദ് അടക്കമുള്ള, അതുപോലെ V. ജോയി അടക്കമുള്ള എല്ലാ നേതാക്കളും അവിടെ എത്തിയിട്ടുമുണ്ട്. അങ്ങനെ വലിയ തരത്തിൽ പ്രതിഷേധം നടക്കുമ്പോൾ വീട് ചുറ്റുമുള്ള തോക്കേന്ത്യ സായുധ സേനയും എന്നാണ് അവിടെ ഇപ്പോൾ ED റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ തോക്കുമായി നിൽക്കുന്ന ആൾക്കാരും മുന്നിൽ നിർത്തി ഇവിടെ പോലീസ് നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. പലതവണ മുഹമ്മദ് റിയാസിനോവിലെ വസീഫ് അടക്കമുള്ളവർ തള്ളിക്കയറാൻ ശ്രമിക്കുന്ന സാഹചര്യമുണ്ട്. അവർക്ക് വീട്ടിലേക്ക് കടക്കണമെന്നും വീട്ടിലേക്ക് പോകണമെന്നും പറയുമ്പോൾ പോലീസ് അവരെ തടയുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രതിഷേധം ശക്തമായി CPM ഉണ്ടാകുന്നുണ്ട്, പ്രതിരോധം ഒരുക്കുന്നുണ്ട്. പാർട്ടിക്കെതിരെ ആര് വന്നാലും അവരെ വളരാൻ അനുവദിക്കില്ല, അവരെ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കില്ല എന്ന വിഭാഗമാണ് CPM പറയുന്നത്. എന്നാൽ അവിടെ പറയുന്നത് ഇത് പാർട്ടിയുമായി ബന്ധപ്പെട്ടതല്ല, ഇത് വീണ വിജയനുമായി ബന്ധപ്പെട്ട കേസാണ്, ഇതിൽ പാർട്ടിക്ക് യാതൊരു ബന്ധമില്ല എന്നാണ് മറ്റുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ CPM പറയുന്നത് പാർട്ടിക്കെതിരെ ആര് വന്നാലും അത് ഞങ്ങൾ ശക്തമായി തന്നെ തടയുമെന്നാണ് CPM പറഞ്ഞിരിക്കുന്നത്. ആലോചിക്കണം, ഒരു മുൻ മുഖ്യമന്ത്രി വീട്, ആ വീട് തോക്കേന്ത്യ സേനാംഗങ്ങളെ കൊണ്ട് വീട് വളഞ്ഞുകൊണ്ട് റെയ്ഡ് നടത്തുന്ന സാഹചര്യം കേരളത്തിലുണ്ടാവുകയാണ്. മുന്നേ ഇതേ വിഷയത്തിലൊക്കെ KM ഷാജിയുടെ വീട്ടിലൊക്കെ റെയ്ഡ് ഉണ്ടായപ്പോൾ അതിനെ കളിയാക്കുന്ന സാഹചര്യമാണ് CPM നിലപാടെടുത്തത്. എന്നാൽ ഇപ്പോഴിതാ അതേ CPM നേതാക്കളുടെ വീട്ടിലേക്ക് ED വരുമ്പോൾ വലിയ പ്രതിഷേധമായി ഉണ്ടാകുന്നുള്ള ഇരട്ടത്താപ്പും ഇവിടെ ചിലർ ഉയർത്തി കാണിക്കുന്നുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിൽ ED പരിശോധനയ്ക്ക് എത്തിയതിൽ CPM പ്രതിഷേധം വലിയ തരത്തിൽ കടുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇനിയും കടുപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനിടെ ED റെയ്ഡ് പ്രതിഷേധിച്ച് വാർത്താക്കുറിപ്പും ഇറക്കിയിട്ടുണ്ട്. അതായത് ED റെയ്ഡുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. കൊച്ചി മിനറൽസ് റൂട്ടൽ ലിമിറ്റഡിന്റെ സാമ്പത്തിക ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണയും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി തന്നെ വിശദീകരിക്കുന്നത്, അല്ലെങ്കിൽ സ്ഥിരീകരിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന റെയ്ഡുകൾക്ക് പിന്നാലെ പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ED ഈ നിർണായക വിവരങ്ങൾ പോലും വ്യക്തമാക്കിയിരിക്കുന്നത്. കമ്പനിയിൽ നിന്നും വ്യാജ ചെലവുകളുടെ മറവിൽ വകമാറ്റിയ ഫണ്ടിന്റെ പ്രധാന ഗുണഭോക്താക്കളിൽ ഒരാൾ T. വീണയാണെന്നും കേന്ദ്ര അന്വേഷണ ഏജൻസി പരസ്യപ്പെടുത്തുന്നുണ്ട്. CMRL കമ്പനിയിൽ നിന്നും യാതൊരുവിധ സേവനങ്ങളും നൽകാതെ വിവിധ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും കോടിക്കണക്കിന് രൂപ കൈമാറിയിട്ടുണ്ടെന്നാണ് EDയുടെ കണ്ടെത്തൽ. കമ്പനിയുടെ നിയമപരമായ ചെലവുകൾ എന്ന വ്യാജേനയാണ് ഈ തുക വകമാറ്റിയത്. ഇത്തരത്തിൽ പണം കൈപ്പറ്റിയതിൽ മുൻ മുഖ്യമന്ത്രിയുടെ മകൾ T. വീണയും ഉൾപ്പെടുന്നുവെന്നും പരിശോധനകളുടെയും അന്വേഷണത്തിന്റെയും പരിധിയിൽ മുൻ മുഖ്യമന്ത്രിയും മകളും കൃത്യമായി ഇടപെട്ടിട്ടുണ്ടെന്നും ED വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ED വാർത്താക്കുറിപ്പ് പുറത്തുവിടുന്നതിന് മുന്നോടിയായി ഇന്ന് പുലർച്ചെ മുതൽ കേരളത്തിലും ബംഗളൂരുവിലും 12ഓളം ഇടങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം പിണറായി വിജയന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിയത് മുന്നറിയിപ്പില്ലാതെയാണെന്നാണ് പറയപ്പെടുന്നത്. റെയ്ഡ് നടത്തുന്ന കാര്യം സംസ്ഥാന പോലീസിനോ മറ്റു ഉദ്യോഗസ്ഥർക്കോ അറിഞ്ഞിട്ടില്ല എന്നുള്ളതും കേരളത്തിലെ 10 ഇടങ്ങളിലും ബാംഗ്ലൂരിലുമാണ് പരിശോധന നടക്കുന്നത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് UDF നേതാക്കളും അതുപോലെ മന്ത്രിമാരുമടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. CPM പറയുന്ന ആരോപണം എന്ന് പറയുന്നത് BJP കോൺഗ്രസ് ഡീലാണ് ഇതിന് പിന്നിലെന്നാണ്. എന്നാൽ ഇവിടെ കോൺഗ്രസ് നേതാക്കളും അതുപോലെ മന്ത്രിമാരും പറയുന്നത് സംസ്ഥാന സർക്കാർ പോലും അറിയാത്ത കാര്യങ്ങളാണ് നടക്കുന്നതെന്നാണ്. സംസ്ഥാന പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ പോലും അറിവൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും ഇപ്പോഴിതാ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം CPMന്റെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കടുപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്.